ഒരിക്കൽ ഒരു യുവാവ് ഒരു പ്രശസ്തനായ സന്യാസിയുടെ അടുത്ത് ജ്ഞാനത്തെക്കുറിച്ച് പഠിക്കുവാനായി മലനിരകളിലേക്ക് യാത്രയായി. അവൻ വളരെ ബുദ്ധിമാനാണ്, വിദ്യാഭ്യാസവും അനുഭവവും ഉള്ളവനാണ്. പക്ഷേ അവൻ ശരിക്കും പഠിക്കാൻ വേണ്ടിയല്ല വന്നത്. അവനുള്ള തൻ്റെ ബുദ്ധി സന്യാസിയുടെ മുന്നിൽ തെളിയിക്കാനാണ് വന്നത്. സന്യാസി പ്രകാശമുള്ള മുഖത്തോടുകൂടെയാണ് അവനെ സ്വീകരിച്ചത്. അവന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ കാണിച്ചു കൊടുത്തതിന് ശേഷം ചായ വേണമോ എന്ന് ചോദിച്ചു. അവൻ നിഷേധിച്ചില്ല. ചായ കഴിക്കാനിരിക്കവേ അവൻ തനിക്കുണ്ടായ നേട്ടങ്ങളെക്കുറിച്ചും കിട്ടിയ സർട്ടിഫിക്കറ്റുകളെക്കുറിച്ചും പല അഭിപ്രായങ്ങളും സന്യാസിയുമായി പങ്കുവയ്ക്കാൻ തുടങ്ങി. സന്യാസി എല്ലാം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കെ അവൻ ചായ കപ്പിലേക്ക് ഒഴിക്കാൻ തുടങ്ങി. ചായ കപ്പിൽ പകുതിയായി, 1/4 ഭാഗമായി. കപ്പ് നിറഞ്ഞു. എന്നിട്ടും അവൻ ശ്രദ്ധിക്കാതെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കപ്പിന് പുറത്തേക്ക് ഒഴുകുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്. ആശ്ചര്യത്തോടെ അവൻ പറഞ്ഞു, "അയ്യോ, കപ്പ് നിറഞ്ഞു, ഇനി ഒഴിക്കാൻ പറ്റില്ല." ഇത് കേട്ട് സന്യാസി ഹിതമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ശരിയാണ്, നീയും ഇതുപോലെയാണ്. നിന്റെ മനസ്സിൽ എല്ലാം നിറഞ്ഞിരിക്കുന്നു. പുതിയതൊന്നും അതിൽ നീ കടക്കാനുള്ള സ്ഥലമില്ല. പഠിക്കാൻ ആദ്യം നമ്മളെ ശൂന്യമാക്കണം. അഹങ്കാരവും എനിക്ക് എല്ലാം അറിയാമെന്ന ധാരണയും വിട്ടുനിൽക്കണം. അപ്പോൾ മാത്രമേ സത്യം നമ്മളിൽ നിറയാൻ കഴിയൂ." ശരിക്കും അറിവുള്ള മനുഷ്യർ, അതായത് ബുദ്ധിമാന്മാർ, അധികമൊന്നും സംസാരിക്കണമെന്നില്ല. പക്ഷേ അവർ എപ്പോഴും മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറായിരിക്കും. ഈ കഥയിലെ കപ്പ് പോലെയാണ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നുണ്ട്. മനസ്സിലുള്ള വിഷമങ്ങളെയും ദുഃഖങ്ങളെയും മാറ്റിവെക്കുക, ശാന്തനാവുക, വരാനിരിക്കുന്ന നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിൽ നിറയ്ക്കാൻ ശ്രമിക്കുക. ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ നന്ദി.